ഹായ് കൂട്ടുകാരെ, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ വേഗം പോയി കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഈസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനാവശ്യമായിട്ട് ഒരു ബൗളിൽ 1/2 ഗ്ലാസ് വെള്ളം, ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സ്പൂണിൽ തേൻ കൂടിയാണ് ഞാൻ എടുക്കുന്നത്. ഈസ്റ്റൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഈസ്റ്റ് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഈസ്റ്റ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മളൊരു കെമിക്കലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിൻ്റെ അകത്ത് പഞ്ചസാരയും തേനും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുത്തതിന് ശേഷം 2 വലിയ സ്പൂണ് മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അളവൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചെറിയ സ്പൂണിനല്ല, വലിയ സ്പൂണിന് തന്നെ ഇതെല്ലാം അളന്നെടുക്കണം. പിന്നെ ഇവിടെ ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുള്ള അതേ സ്പൂണിൽ തന്നെ 2 സ്പൂണ് കട്ട തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് തൈര് എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ തൈര് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇതുണ്ടാക്കുന്നതിനും 1 മണിക്കൂർ മുമ്പെങ്കിലും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഈസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ശരിയായി കിട്ടില്ല കേട്ടോ. കഴിവതും റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന തൈര് തന്നെ എടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അതിനുശേഷം നമുക്ക് ആ ഒരു മൈദപ്പൊടിയും തൈരും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയും തേനിൻ്റെ മിക്സും ചെറു ചൂടുവെള്ളം എല്ലാം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ലൂസാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴേ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സ് റെഡിയായി കിട്ടില്ല, ലൂസാകി പോകാനും പാടില്ല, അതുപോലെ തന്നെ തിക്കായിട്ടിരിക്കാനും പാടില്ല കേട്ടോ. നമ്മൾ ഇഡലി മാവിനും ദോശമാവിനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ രീതിക്ക് വേണം നമ്മുടെ ഈ ഒരു ഈസ്റ്റ് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഏതാണ്ടൊക്കെ ഒന്ന് നല്ല രീതിക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം എടുക്കാൻ. മിക്സിയിലൊന്നും ഇട്ടിത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇതേപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് നമുക്ക് ഇതിനെ ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈസ്റ്റിൻ്റെ കൂട്ടൊക്കെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസ്റ്റിൻ്റെ കൂട്ടെല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അടപ്പ് മൂടി കൊണ്ട് നമുക്ക് മൂടിക്കെടുക്കാം കേട്ടോ. മൂടി കൊടുത്തതിന് ശേഷം ഇതൊരു 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ അടപ്പൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. ഇത് പുളിച്ച് പൊങ്ങി വരത്തില്ല. ഇത് പൊങ്ങി വരുന്നത് നമ്മൾ മാവിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് പൊങ്ങി വരുന്നത് കണ്ടോ. നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 8 മണിക്കൂർ എന്നുള്ളത് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ അനുസരിച്ചിട്ടാണ്. തണുപ്പൊക്കെ ഉള്ള പ്രദേശമാണെങ്കിൽ 8 മണിക്കൂർ എന്നുള്ളത് കുറച്ച് നേരം കൂടി നമുക്ക് ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 8 മണിക്കൂർ തന്നെ ധാരാളമാണ്. പിന്നെ ഇതേപോലെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ബോട്ടിലിൽ ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ കിട്ടണമെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് എടുക്കണം കേട്ടോ. കണ്ടോ, ഇതേപോലെ കുറച്ചായിട്ട് ഇറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നൈസിന് പരത്തി കൊടുത്തിട്ട്
വെയിലത്ത് വെച്ച് 4-5 ദിവസം കൊണ്ട് നമുക്കിതേപോലെ ഉണക്കിയെടുക്കാവുന്നതാണ്. ഉണക്കിയെടുക്കുന്ന ആ ഒരു മിക്സിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കുപ്പിയിൽ സൂക്ഷിക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുന്ന ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാവുന്നതാണ്. അത് തീരുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു കേട് സംഭവിക്കത്തില്ല. പക്ഷേ ഇതേപോലെ നമുക്ക് ഉണക്കിയൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബൗളെടുത്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ജാറോ എടുത്തിട്ട് ഇതേപോലെ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ഒരാഴ്ച വരെ ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു ജാറിലേക്കൊക്കെ മാറ്റി അടച്ചിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിത് 2-3 ദിവസത്തേക്ക് എനിക്കിതുണ്ടാകും. അപ്പോൾ അത് തീരുമ്പോഴത്തേക്ക് ഇതേപോലെ ഞാൻ വേറെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊരു ഹെൽപ്ഫുള്ളായൊരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്റ് ഉണ്ടാക്കുന്നതാണല്ലോ. ഈ ഈസ്റ്റ് വെച്ചിട്ട് തന്നെ ഞാനൊരു വട്ടയപ്പം തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോയും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.